വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, കലൂർ സ്കൂളിൽ നിന്നുള്ള ഒരുക്കങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 1ാം ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ എത്തി ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവരെയും കൂട്ടി ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് പോകും. ചില ആളുകളൊക്കെ കരച്ചിലൊക്കെ ഉണ്ട്, ബാക്കി ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കരയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. എന്നാ കരയുന്ന ഒരാള് ഫുള്ള് കരച്ചിലാണ്, വന്നപ്പോ തൊട്ട് കരച്ചിലാണ്. പക്ഷെ ബാക്കിയുള്ള പിള്ളേരൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇതാ ഇവിടെ ഒരു നീല ഉടുപ്പൊക്കെ ഇട്ടൊരു സുന്ദരി ഇപ്പൊ ഉണ്ട്. പേരെന്നാ? എവിടെ വീട്? എവിടെയാ? പാട്ടൊക്കെ പഠിച്ചിട്ടാണോ വന്നേക്കുന്നത്? ഒരു പാട്ട് പാടിയേ. പറഞ്ഞാലും ഞാൻ എന്റെ പാവാട കാണിക്കില്ല, ഞാൻ എന്റെ പാവാട കാണിക്കില്ല. പാട്ട് ഇതാര് പഠിപ്പിച്ചത്? ഞാൻ തന്നെ പഠിച്ചു. വെറും മാസം. പേരെന്നാ? നയോമി. എവിടെ വീട്? എവിടെയാ? കലവൂര്. കൂട്ടുകാരൊക്കെ ആയോ? പേരെന്താ കൊച്ചിന്റെ പേര്? കുട്ടിയുടെ പേരെന്താ? തീർത്ത. എല്ലാം പഠിച്ചില്ലേ? വിദ്യാർത്ഥികളൊക്കെ വലിയ സന്തോഷത്തിലാണ്, ടീച്ചർമാരും അതിന്റെ ഹാപ്പിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ പാവട കാണിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് മനസ്സിലായി. അതും അങ്ങനെ വേണം തീരുമാനം. രാഷ്ട്രീയക്കാരി കുട്ടികളെ കണ്ടുപിടിക്കട്ടെ. ഹലോ, താങ്ക് യു. കുട്ടികളൊക്കെ അവിടെ ഡാൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയതുണ്ട്. ഡാൻസ് ഇതാണ് ഡാൻസ്. എന്നാ ഡാൻസ് ആയിരുന്നത്, ഗംഭീരമായി. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആശംസകൾ. ചില കുട്ടികളൊക്കെ കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികളെയൊക്കെ അവർ നമ്മുടെ ഈ പള്ളിക്കൂടങ്ങളൊക്കെ തന്നെ ഒരു പട്ടാള കേന്ദ്രമാണെന്നുള്ള തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാക്കാതെ, കുഞ്ഞു മനസ്സിലേക്ക് വലിയ അച്ചടക്കമൊക്കെ കൊണ്ടുവരാൻ ശ്രമം നടത്താതെ അവർക്ക് തുള്ളിക്കളിച്ച് ആർത്ത് ചിരിച്ച് ആർഭാടത്തോടെ ആറാടിച്ച് ഉന്മാദിച്ച് അവരവിടെ നടക്കട്ടെ. കുട്ടികൾക്ക് ഈ സ്കൂളിലേക്ക് വരാനുള്ള ഒരു ആകർഷണമായിരിക്കണം പള്ളിക്കൂടം എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്ഥലമാക്കി മാറ്റരുത്.